നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ സ്നേഹം അറിയിക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായി അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്, പിന്നെ ഇടയ്ക്ക് മാത്രം ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇന്നിപ്പോൾ മോളില്ല, മോള് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ ചോറ് വെക്കുന്നില്ല കേട്ടോ. ചോറ് വെക്കാതെ ചക്ക അടത്തിയിട്ടുണ്ട്. അപ്പോൾ ചക്ക അടത്തി ഇന്നിപ്പോൾ ചക്ക അവിച്ചതും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ എന്നൊക്കെ. ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു കേട്ടോ. വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോറുണ്ടോ അതുവഴി പോകുമ്പോൾ മേടിക്കാനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ കേട്ടോ. അപ്പോഴെനിക്ക് പറയാനായിട്ടുള്ളത്, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ചോറ് കൊടുക്കുന്നത് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ശാരീരിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ചോറൊക്കെ കൊടുത്ത് തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാനായിട്ടിരുന്നത്. പിന്നെ ചക്കയെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുരുന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു പാടയുണ്ടല്ലോ, ഈ പാട വെച്ചിട്ട് വിഴുക്ക് പുരട്ടാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പാട വിഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് സവോള കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക്. ഈ സവോള എടുക്കുമ്പോൾ ചെറുതായിട്ട് ചീകി വേണം ഇടാനായിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പാവയ്ക്ക് വിഴുക്കുരട്ടി, പയർ വിഴുക്കുരട്ടിക്കൊക്കെ കട്ട് ചെയ്തിടുമല്ലോ, അപ്പോൾ അതേമാതിരി വേണം എടുക്കാനായിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം അതിനെ ഒന്ന് ചെറിയ തീ ഇട്ട് കൊടുത്തിട്ട് വേണം അതിൽ വേവിച്ച് വാട്ടിയെടുക്കാനായിട്ടുള്ളത്. നമ്മൾ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുമല്ലോ, പയർ വിഴുക്കുരട്ടിയൊക്കെ എടുക്കുന്ന മാതിരി ചെറിയ രീതിയിൽ വേണം തീയിൽ വേവിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ പാട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കയുടെ കുരു എടുത്ത് വെച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കറി വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരു എടുത്തിട്ട് വിഴുക്ക് പുരട്ടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. അതൊരു സ്പെഷ്യലായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ് ഈ ഒരു ചക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി, ഇപ്പോൾ മഴയൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് കാന്താരിയൊക്കെ പൂത്ത് വന്ന് അപ്പോൾ അതിൽ മുളകൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് മുളക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും, പൂച്ചക്കുഞ്ഞുങ്ങൾ 2 പേര് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. 3 പേരുണ്ടായിരുന്നു. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങ് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരാളില്ല, 2 പേരേ ഉള്ളൂ. അവർ 2 പേരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ചക്ക നല്ലതുപോലെ കഴുകിയിട്ട് ഈ ഒരു കുക്കറിനകത്താണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. കുക്കറിലാകുമ്പോഴത്തേക്ക് ഒരു വിസിൽ കേട്ടാൽ മതി, പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ നമുക്ക് വെക്കാമായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മൾ മുളക് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. മുളക് പറിക്കാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴും നമ്മൾ ചക്കയൊക്കെ വേവിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അതുമല്ല ചമ്മന്തിയൊക്കെ അരച്ചെടുക്കണമല്ലോ. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും മുളകൊക്കെ പറിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ കറണ്ട് വരുമല്ലോ. അപ്പോൾ കറണ്ട് വന്നിട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള ജോലികളൊക്കെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ചക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ചക്കയിലൊക്കെ വെള്ളം കയറി ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ നമുക്ക് ഈ ഒരു കുക്കറിനകത്ത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിതിപ്പോൾ ഈ ഒരു കുക്കറിനകത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് നേരത്തെ ഒരു ഫിസിൽ കേട്ട് ഞാൻ നിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോയി മീനൊക്കെ പൊരിച്ച് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക കുഴഞ്ഞു പോവുക അങ്ങനെ ഒന്നുമില്ല, നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ ഒറ്റ വിസിൽ മാത്രമേ കേൾപ്പിച്ചിട്ട് ചക്ക വേവിച്ചെടുക്കാവൂ കുക്കറിനകത്ത്. അതേമാതിരി തന്നെ കപ്പ, ഇപ്പോൾ വേവുന്ന കപ്പയൊക്കെ ആണെങ്കിലും ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചക്ക വെന്ത് അതിൻ്റെ വെള്ളം ഇത്തിരിപ്പോലും ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറുത്ത തേങ്ങ അതിനകത്ത് വീണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ടയിൽ നിന്ന് ഇളകി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കറുത്തതൊക്കെ അതിനകത്ത് പൊടിഞ്ഞ് കിടന്ന് കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഉപ്പുനീരൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയൊക്കെ മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടണമല്ലോ. തേങ്ങ ഇട്ട് ചക്ക അവിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും നല്ലതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ചക്ക ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഉപ്പുനീരിൻ്റെ ഇതും ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചക്കയെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കുക്കറിനകത്ത് വച്ചിട്ടില്ലാത്തവർ കുക്കറിനകത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേര് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അതേമാതിരി അല്ല ചമ്മന്തി അരച്ചെടുക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കുന്നത്. ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി നമ്മൾ കല്ലിൽ അരയ്ക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ട്.
പിന്നെ നമുക്ക് വീഡിയോ ഇത്രയും ദിവസം ചരിച്ച് വെച്ചിട്ടൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് മോളായിരുന്നു കേട്ടോ. മോളെടുത്ത് തരും, അല്ലെന്നുണ്ടെങ്കിൽ മോനെടുത്ത് തരും. ഇനിയിപ്പോൾ മോനും കൂടെ പഠിക്കാൻ പോകുമ്പോഴത്തേക്കാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് തനിച്ച് വീഡിയോ എടുക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാൻഡൊക്കെ മേടിക്കണമെങ്കിൽ ഒത്തിരി പൈസയൊക്കെ ആവും, സ്റ്റാൻഡിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ആലോചിച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ വീഡിയോ എടുക്കണം, അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാമേ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കാന്താരി മുളക് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ അരഞ്ഞു പോകുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ചോറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അരച്ചെടുക്കുമല്ലോ, അപ്പോൾ അതേപോലെ ഒന്നും അരച്ചെടുക്കാതെ നല്ല തൊത്ത് മാതിരി ഇരിക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാനായിട്ടൊക്കെ നോക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ചതച്ച് മാത്രം ചേർത്തെടുക്കാനായിട്ടൊക്കെ നോക്കുക. ചെറിയ ഉള്ളി ചതച്ചിട്ട് വേണം അതിന് ലാസ്റ്റായിട്ട് നമ്മൾ അരച്ച് തീരാറാകുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കല്ല് ഉരുട്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചേരുവ മൊത്തത്തിലങ്ങ് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ കപ്പയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു ചമ്മന്തി നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ചക്ക കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കപ്പ അവിച്ച് കഴിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു ചമ്മന്തിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് മാത്രമല്ല, കറിവേപ്പില ഇട്ടിട്ട് ചെറുതായിട്ട് കല്ലൊന്ന് ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചേരുവ മൊത്തത്തിൽ പിടിക്കും കേട്ടോ. കറിവേപ്പിലയുടെ ആ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ ആ ഒരു ചേരുവ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അരച്ചെടുക്കാനായിട്ടൊക്കെ നോക്കണം. തൊത്തുമാതിരിയാണ് ഇരിക്കുന്നത് കേട്ടോ, ഒരുപാട് അരഞ്ഞു പോയിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചമ്മന്തിയൊക്കെ അരച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്ല് കഴുകി എടുക്കണം. കല്ല് കഴുകി എടുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണോ മൊബൈൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വെച്ചിരിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സ്റ്റാൻഡൊന്നും മേടിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബോട്ടിൽ ഇതുപോലെ ഒരു ടിൻ എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മളെ ഫോൺ ഇറക്കി വെക്കാൻ പറ്റുന്ന തരത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഫോൺ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വീഴാത്ത പരുവത്തിൽ വേണം ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ മൊബൈൽ വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് നമ്മളെ പോലുള്ളവർക്കും പിന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ, ഇപ്പോൾ സ്റ്റാൻഡൊന്നും മേടിക്കാനായിട്ട് പറ്റത്തില്ല, സ്റ്റാൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന്, അതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി ഈ ഒരു കാര്യം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളി കുറച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ എടുക്കും കേട്ടോ, ഈ ആവശ്യം കഴിയുമ്പോൾ എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാനായിട്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോവല്ല്. കാരണം പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.